ഹൗസ് ഡ്രൈവർ ജോലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ നിർബന്ധിപ്പിച്ചിട്ട് നമുക്ക് ലൈസൻസ് എടുത്തു തരാൻ പറയണം. ലൈസൻസ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് തോന്നും നമ്മളെ കഫീലിന് നല്ല പിടിപാടാണ്, എല്ലാത്തിലും പുള്ളി കാണും, നമുക്കൊന്നുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ ഇന്നത്തെ ദിവസം വന്നിട്ട് വ്യാഴാഴ്ചയാണ്. അപ്പോഴേ ഫൈനലി നമ്മൾ ഇന്നലെ രാത്രി തറയിലാണ് കേട്ടോ കിടന്നത്. തലോണ പോലും മാറ്റിയിട്ടില്ല. നല്ല സുഖമായിരുന്നു കേട്ടോ. നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ കുറേ നാളിന് ശേഷമാണ് നമ്മൾ തറയിൽ കിടന്നത്. നമുക്കൊണ്ട് കളയേണ്ട വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ. ഇതുകൊണ്ട് ഈ കുപ്പികൾ കൊണ്ട് കേട്ടോ കളയാനായിട്ട്. കുപ്പി 3 ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത് മാത്രം കൊണ്ട് കളയാം. ഇത് കളഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, സംഭവം ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കാര്യമൊന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാദിൽ ആൾറെഡി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ റിയാദിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മിക്ക സ്ഥലത്തും ഇങ്ങനെയാണ് കേട്ടോ ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന രീതി. ഓരോ വീട്ടിൻ്റെ സൈഡിൽ വെളിയിലായിട്ട് ഓരോ നെറ്റ് വെച്ചിട്ട് നമ്മളില്ല മുയലിനെയൊക്കെ വളർത്തുന്ന കണക്കത്തെ ഒരു നെറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ വേസ്റ്റ് ബോക്സും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുരങ്ങൻ്റെയും പട്ടിയുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് കടിച്ച് കീറും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് എടുത്തിട്ടണം. ഒരു മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് എടുത്തിട്ടിട്ട് ഇതിനൊരു ജില്ലുണ്ട്. ഇതങ്ങ് പിടിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. മാത്രമല്ല ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് കുപ്പി, ഗ്ലാസ് ഇങ്ങനെയുള്ള ഇടുകൾ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കണക്കിന് കുരങ്ങനും സംഭവങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ്. മാത്രമല്ല അതുപോലെ അവിടെയും കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു നെറ്റ് കേട്ടോ, നെറ്റ് ഗ്രില്ല്. അപ്പോൾ ഇതാണ് വിശേഷം. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ പോയിട്ട് വണ്ടി എടുക്കണം, നേരെ പോയി ബിരിയാണി അടിക്കാം. സമയം വന്നിട്ട് 2:40 ആയിട്ടുണ്ട് കേട്ടോ. 3:30ക്കാണ് സ്ഥലം തോന്നുന്നു. അതിന് മുന്നേ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വേഗം വരാം. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മളൊരു ഫ്രണ്ട് ഇതേണക്ക് ചോദിച്ചായിരുന്നു, റിയാദിലാണോ അബഹയിലാണോ എവിടെയാണ് ഹൗസ് ഡ്രൈവർ പണി ചെയ്യാൻ ഏറ്റവും സുഖമെന്ന് കേട്ടോ. അപ്പം ഞാൻ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ റിയാദ് എന്നാണ്. അപ്പോൾ അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബഹയിൽ ഏറ്റവും കൂടുതലും ഫാമിലികൾ കൂടുതലുള്ള ഏരിയയാണ്. അതായത് ഒരു വീട്ടിൽ തന്നെ 5, 6, 7 പേരൊക്കെയാണ് താമസിക്കുന്നത്. ചെറിയ ഫാമിലി ഉണ്ട് കേട്ടോ, എന്നാലും മെജോറിറ്റി വലിയ ഫാമിലിയാണ് കൂടുതലുള്ളത്. മാത്രമല്ല വീടുകളെല്ലാം വലിയ വീടുകളാണ് കേട്ടോ. വലിയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ റിയാദിൽ തന്നെ 2 വീട് ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെ അങ്ങനെയാണ് ഒരൊറ്റ വീട് തന്നെ വരുന്നത്. അപ്പോഴേ ഇതും അതുമായിട്ടൊക്കെ എന്താണ് ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. വീട്ടിൽ ആളെണ്ണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കൂടുതലായിരിക്കും. മാത്രമല്ല വലിയ വീടാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പണികളും കൂടുതലായിരിക്കും. മാത്രമല്ല ഈ ചെടി നനപ്പ്, വീട് കഴുകൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിരിക്കും. പിന്നെ പിള്ളേർമാരും കൂടുതൽ കാണും. ഇപ്പോൾ മദ്രസ ഓട്ടങ്ങൾ 1-2 മദ്രസകളൊക്കെ കാണും. പക്ഷേ ഒരു ലെവലിൽ ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലത്തെ അതേപോലെ ആയിരിക്കും, നല്ല സുഖമുള്ള സംഭവമാണ്. പക്ഷെ പണിയെടുക്കുന്നവർക്ക് കുറച്ച് കടുപ്പമായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ഒരു അണ്ണൻ പറഞ്ഞതാണ്, പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളം കൂടാനായിട്ട് ഭയങ്കര പാടാണെന്നാണ്. ശമ്പളം കയറാനായിട്ട് 2000 റിയാലൊക്കെ ആവാനായിട്ട് നല്ല പാടാണ്. പക്ഷെ റിയാദിലാണെന്നുണ്ടെങ്കിൽ 2000 റിയാൽ പെട്ടെന്ന് ആവും, പിന്നെ അങ്ങോട്ട് കയറത്തില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1700, 1800 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്റ്റക്കായിട്ടുള്ള നിപ്പ നമ്മളെ യൂട്യൂബ് ചാനൽ വല്ല വ്യൂസും പോവില്ല, ലൈക്കും പോവില്ല. അത് കണക്ക് ശമ്പളം പിന്നെ കൂടത്തും ഇല്ല കുറയത്തും ഇല്ല, അതേ കണക്കങ്ങ് നിൽക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും പച്ചക്കറിക്കും സാധനങ്ങൾക്കൊക്കെ വില കുറവായതുകൊണ്ടായിരിക്കാം. അപ്പോഴേ പണിയെടുക്കാനായിട്ട് വരുന്നവർക്ക് അബഹയെ പറ്റിയതാണ്. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഉഴപ്പായിട്ടൊക്കെ ഉള്ളവർക്ക് പറ്റിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാദിൽ തന്നെയാണ് കേട്ടോ. റിയാദിൽ ചെറിയ ഏതെങ്കിലുമൊക്കെ ഫാമിലി സ്ഥലത്തൊക്കെ പോയിട്ട് ഹൗസ് ഡ്രൈവർ പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പണി എടുക്കേണ്ടി വരും, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാരും മടുപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, ഇതാണ് ഇവിടുത്തെ സത്യം കേട്ടോ.
സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഇത്തിരി വീട് പണിയൊക്കെ കൂടുതലാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് എൻ്റെ പൊതുവെയുള്ള അഭിപ്രായമല്ല, ഞാനിവിടെ 1-2 പേർക്ക് ചോദിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബ്സ് 1-2 പേര് അബഹയിലുണ്ട്. അവർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുമായിരിക്കാം. എനിവേ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനാൽ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ട് നമ്മൾ റോഡിന് അപ്പുറത്താണ് കട. അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഓടിയിട്ട് യൂട്ട അടിച്ച് തന്നെ. അതുകൊണ്ട് നമ്മൾ ഇപ്പുറ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ മുറിച്ച് കിടക്കുന്ന ലൈനിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. മഞ്ഞ ലൈനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നോക്കാം, എന്തായാലും പോയിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ബിരിയാണി തീർന്നു കേട്ടോ. ലേറ്റായി. അവസാനം 6 വന്നിട്ട് 7 എണ്ണം ഒത്ത് മേടിച്ചുകൊണ്ട് പോയപ്പം ബിരിയാണി തീർന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ചോറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോറും എന്താ 65 എന്തൊക്കെ പറയുന്നുണ്ടോ, നമുക്ക് വരുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി അങ്ങനെ 65 കേട്ടോ. അടുത്ത 65. എന്തായാലും ബിരിയാണി പ്രതീക്ഷ വന്നിട്ട് നടന്നില്ല എന്നൊരു വിഷമമുണ്ട്. എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഓട്ടം വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പാതിരാത്രിയാണ് കേട്ടോ വിളിക്കുന്നത്. 12 മണി, 11 മണി, 1 മണി. അത് വിളിച്ച് നമ്മൾ റെഡിയായി പോകുമ്പോൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോകാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ആയി. നമുക്ക് ഇനിയിപ്പോൾ യൂട്ടേൺ അടിക്കണം. യൂട്ടേൺ അടിച്ച് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇടത് സൈഡിലോട്ട് കറക്റ്റായിട്ട് നോക്കിയാൽ ഒരു പഴയ കാല ബിൽഡിംഗ് ഈ യൂട്ടേണിൽ കാണാൻ സാധിക്കും. യെസ്, അപ്പോൾ അതിനെ നമുക്ക് ചുറ്റിയാണ് പോകുന്നത്. റിയാദ് പോലെയല്ല കേട്ടോ ഇവിടെ പോലീസ് ചെക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡങ്ങ് അടച്ചിട്ടിട്ട് ഓരോ വണ്ടികൾ ചെക്ക് ചെയ്ത് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി എത്ര തിരക്കുള്ളവരായാലും ആ ചെക്കിങ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇക്കാമ, ലൈസൻസ്, അത് കണക്ക് തന്നെ വണ്ടിയുടെ എസ്റ്റിമാറ, ഇതെപ്പോഴും വണ്ടിയിൽ തന്നെ വച്ചേക്കണം. ഇക്കാമ ആദ്യം നോക്കും, പിന്നെ ലൈസൻസ് നോക്കും, പിന്നെ എസ്റ്റിമാർ നോക്കും. ചിലവർ ഇക്കാമ മാത്രം ചോദിക്കും, ചിലവർ ലൈസൻസ് ചോദിക്കും. പലരും പല രീതിക്കാണ് ചോദിക്കുന്നത്. എന്തായാലും രേഖകളെല്ലാം കയ്യിലെപ്പോഴും വേണം. നമ്മളെ റിയാദിൽ ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ ഓടുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ വണ്ടിയൊക്കെ എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്യുമ്പോഴത്തേക്കും ചില വീട്ടുകാരാണെങ്കിൽ അങ്ങ് കൈമലത്തും. അപ്പോഴും പിന്നെ ആ ഫൈനും നമ്മൾ കെട്ടിയിട്ടേ ഇവിടെ നിന്ന് പോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഹൗസ് ഡ്രൈവർ ജോലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ നിർബന്ധിപ്പിച്ചിട്ട് നമുക്ക് ലൈസൻസ് എടുത്തു തരാൻ പറയണം. ലൈസൻസ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് തോന്നും നമ്മളെ കഫീലുണ്ട്, കഫീലിന് നല്ല പിടിപാടാണ്, എല്ലാത്തിലും പുള്ളി കാണും, നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ലൈസൻസ് ഉണ്ടെങ്കിലാണ് എപ്പോഴും മെജോറിറ്റി. ലൈസൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവിടുത്തെ ഫൈൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 20,000, വലിയ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ 15,000, 20,000, 5,000 അങ്ങനെയൊക്കെയുള്ള തുകകളൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ 1-2 പേർക്കൊക്കെ അങ്ങനെ നമുക്ക് അറിയാവുന്നവർക്കൊക്കെ അങ്ങനെ ഫൈൻ കിട്ടിയിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്. അവരൊക്കെ നാട്ടിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ, ജോലി കളഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ആദ്യമായിട്ട് വന്നവരെന്ത് ചെയ്യുക, ലൈസൻസ് മസ്റ്റായിട്ട് എടുക്കാൻ നോക്കുക. ഇക്കാമ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ലൈസൻസ് കിട്ടി വരാൻ ഒരുപാട് സമയമെടുക്കും. എങ്ങനെ പോയാലും ഒരു 2 മാസം 3 മാസം അടുപ്പിച്ചൊക്കെ ആവും. അതുകൊണ്ട് ഉള്ള സമയം പാഴാക്കി കളയരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം. ഇനി എപ്പോഴാണ് ഡ്യൂട്ടി വരുന്നതെന്ന് അറിയത്തില്ല. നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോഴും വെച്ചാൽ സമയം വന്നിട്ട് 7:44 ആയിട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത്, അങ്ങ് റോഡ് കണ്ടാൽ അറിയാം മഴയൊക്കെ പെയ്ത് തോന്നിട്ടുണ്ട്. ഞാൻ അതാ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം ഒരുവിധം തുടച്ചിട്ടു. അതാ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ വീണ്ടും വൈപ്പർ ഇട്ടപ്പോഴത്തേക്കും വെള്ളമായി. അപ്പോഴേ ഇനിയിപ്പം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി ഇവിടുത്തെ ചെറിയ ഗേറ്റുണ്ട്, അവിടെ വന്ന് വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോഴേ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കട്ടെ. ലൊക്കേഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല.
അത് കണക്ക് തന്നെ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ടൈമിലെ ഫുൾ ടാങ്ക് എണ്ണ പകുതി പോലും ആയില്ല കേട്ടോ. അതായത് വളരെ ഓട്ടം കുറവാണ്. രണ്ടാമത്തെ തവണയാണ് ഫുൾ ടാങ്ക് അടിച്ചിട്ട് അത് പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിയാദിൽ നിന്ന് വന്നപ്പോൾ നോക്കിയ ഇത് നമുക്ക് കിലോമീറ്റർ പരിശോധിക്കുക എത്ര ഓടി എന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ ട്രിപ്പ് ഇട്ടാണ് 1884 കിലോമീറ്ററാണ് ഓടി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ 800 കിലോമീറ്റർ മേ ബി. അപ്പോൾ 800 കിലോമീറ്ററിനകത്ത് വെച്ച് ഇവിടെ വന്നിട്ട് ഓടിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. നമ്മൾ സ്റ്റാൻഡ് കിഡിലോസ്കി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്, പക്ഷേ അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മളെ മുതലാളിയുടെ കുടുംബ വീട്ടിലാണ് കേട്ടോ. കുറേ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ പാർട്ടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ, വണ്ടികളെല്ലാം കണ്ടില്ലേ ഫുള്ള് പാർക്ക് ചെയ്തേക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഒരു കുബൂസും വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോകും. അയ്യോ വെള്ളം, മഴ പെയ്ത് നനഞ്ഞ് കുളമായി കിടക്കാൻ കേട്ടോ. വെള്ളം തെറിച്ചു. ഫൈനലി നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തി കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ പണി കിട്ടി. നമ്മുടെ സ്റ്റാൻഡിൽ ഈ ഒരു ഭാഗമില്ലേ ഒടിഞ്ഞു കേട്ടോ. ഞാൻ മൊബൈൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് ഒടിഞ്ഞു പോയതാ, കണ്ടില്ലേ. ഇനിയിപ്പം അത് ഒന്നേ സൂപ്പർ ക്ലോച്ച് ഒട്ടിച്ച് നോക്കാം, ഇരിക്കുമെങ്കിൽ ഭാഗ്യം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിനി റിയാദിൽ പോയിട്ട് പുതിയൊരെണ്ണം വാങ്ങാം. ഇവിടെ ഇതിൻ്റെ ഷോപ്പ് എവിടെയൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ നൂണിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇനി എന്ന് കൊണ്ട് വരുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും പോയിട്ട് നമുക്കൊരു കുബൂസ് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ. അയ്യോ നാളെ നല്ല പണിയുണ്ട് കേട്ടോ. നാളെ ഫുള്ള് ഇത് ക്ലീൻ ആക്കണം. 2 ദിവസം നമ്മൾ വണ്ടി ആ ഷെഡിലാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ മുതലാളി അമ്മയുടെ സഹോദരൻ പുറത്ത് വരുന്നു കേട്ടോ. ഇപ്പോൾ പുള്ളിക്കാരൻ വന്നു. അതാണ് ആ GMC കിടന്നില്ലേ. അപ്പോൾ പുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഷെഡിലായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പുറത്തിടുന്നതുകൊണ്ടാണ് ഇത്രയും അഴുക്ക് പറ്റുന്നത്. അപ്പോൾ രാവിലത്തേക്കുള്ള പണിയായി. പിന്നെ ഇനി പോയിട്ട് ഇത് കഴിക്കണം. ഇതുവരെ വേറെ ഡ്യൂട്ടി ഒന്നും വിളിച്ചിട്ടില്ല. സമയം വന്നിട്ട് 8-10 ആയാലും കുറച്ച് കഴിഞ്ഞേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എടുക്കുന്ന വീഡിയോസ് എല്ലാം ഇനിയിപ്പോൾ ഞാൻ റിയാദ് എത്തിയിട്ട് നിങ്ങൾ കാണുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വളരെ ശോകമാണ്. നെറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ശമ്പളം കിട്ടിയിട്ട് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇന്ന് കിട്ടിയ പണിയെന്ന് വെച്ചാൽ അത് ഒടിയുകയും ചെയ്തു. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യുമെന്നുള്ള എൻ്റെ ബാക്കിയോടെ ഇരിപ്പുണ്ട്. റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാം സൂപ്പർ ഗ്ലൂ വെച്ചിട്ട്. ഇരിക്കുമെങ്കിൽ ഭാഗ്യം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കും നോക്കാം. അപ്പോഴേ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. ഹൗസ് ഡ്രൈവർ ജോലിയിൽ നിന്ന് ഫ്രീ ആവുന്ന സമയത്ത് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഈ വീഡിയോസ് എല്ലാം കാണാറ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.